ഇന്ന് മോൻ ഓഫീസിൽ തിരിച്ചു പോണ ദിവസമായിരുന്നേ. അപ്പോൾ ഞാനിന്ന് എഴുന്നേറ്റ് വരാൻ താമസിച്ചു പോയി. അപ്പോൾ ഇന്നലെ എനിക്കറിയാമായിരുന്നു ഇന്ന് രാവിലെ പോകുമെന്ന്. അത് കാരണം ചോറ് കുറച്ച് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആവിയേറ്റി എടുത്താൽ മതി. അപ്പോൾ മാവ് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചായ ഇട്ടെടുക്കാം. പിന്നെ അത് ആ മീൻകറി തിളപ്പിച്ചിറക്കിയതിന് ശേഷം കുടിക്കാനുള്ള വെള്ളവും അടുപ്പത്ത് വെച്ച് കിഴങ്ങ് കറി ഇരുന്നതും ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ മാവെല്ലാം ഒന്ന് തണുത്ത് വന്നപ്പം ചായ കുടിച്ച് നിന്ന് ഞാൻ ആ മാവെല്ലാം ഒന്ന് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് ആവിയേറ്റി എടുക്കണം. അപ്പം ചോറ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് ആവിയേറ്റി എടുക്കുന്നത്. നല്ല വേവുള്ള അരിയുടെ ചോറാണെങ്കിൽ ഞാൻ കുക്കറിൽ വിസിൽ ഇടാതെ, അതായത് വെയിറ്റ് ഇടാതെ ആവിയേറ്റി എടുക്കും. അപ്പോൾ ഇത് നല്ല ചുമന്ന അരിയുടെ ചോറാണ്, റേഷൻ അരിയുടെ ചോറും കൂടെയാണ്. അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് വെന്തു പോകുമെന്ന് കരുതിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയേറ്റി എടുത്ത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തട്ടിലോട്ട് ഇത്തിരി അധികം തേങ്ങ അങ്ങ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് ഈ തട്ടിനൊരു പ്രശ്നമുണ്ട്. ഇടിയപ്പം നമ്മൾ പുഴുങ്ങിയിട്ട് ചൂടോടുകൂടി തന്നെ മറ്റേ പാത്രത്തിലോട്ട് തട്ടിയെടുക്കുമ്പോഴത്തേക്ക് കുറേ ഭാഗം അതിലങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി അധികം തേങ്ങ അങ്ങ് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുമ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ മയത്തിൽ ഇടിയപ്പം അങ്ങ് നല്ലതുപോലെ ഇളകി വരും. ഈ സമയമില്ലാത്ത സമയത്ത് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റുന്നത്. അതുകൊണ്ടാണ് ആ തേങ്ങ കുറച്ച് അധികം തേച്ച് പിടിപ്പിച്ചത്. പിന്നെ ഞാൻ മീനും പൊരിക്കാനായിട്ട് വെച്ചിട്ട് എൻ്റെ ചോപ്പർ ചീത്തയായത് കാരണം ഗ്രേറ്റ് ചെയ്തെടുത്തേ ബീട്രൂട്ട്. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തോരനും ഇവിടെ റെഡിയായി. അപ്പം ചോറിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തിയും മീൻ പൊരിച്ചതും ബീട്രൂട്ട് തോരനും കുക്കുംബറും ഒക്കെ വെച്ച് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും